നമസ്കാരം. വൃശ്ചികം 1 നവംബർ 16 വ്രതശുദ്ധിയുടേതായ മാസം. നാം മലയാളികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായ മാസം. അത് ആരംഭിക്കുന്നത് വൃശ്ചികം 1 മണ്ഡലം കഴിഞ്ഞ് വിളക്ക് വരെ നീണ്ടു നിൽക്കുന്നതായ കാലം. ശബരിമലയ്ക്ക് വ്രതം ആരംഭിക്കുന്നത് അധികവും ഈ നാളുകളിലാകുന്നു. നിത്യവും പൂജയില്ലാത്ത പല ക്ഷേത്രങ്ങളും വൃശ്ചികം 1 തുറക്കുന്നതുമാണ്. ധനുമാസം 11 അതായത് 41 ദിവസം വ്രതം അവസാനിക്കുകയും ചെയ്യും. ശബരിമലയ്ക്ക് പോകുന്നവർ വീട്ടിൽ ഉണ്ട് എങ്കിലും ഇല്ല എങ്കിലും ഈ നാളുകൾ ചിട്ടയോടെ പ്രാർത്ഥന മുഖരിതമായി പാലിക്കുന്നതായ മാസം. ഈ മാസം സകല ദുരിതങ്ങൾ മാറുവാനായി ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. വൃശ്ചിക മാസത്തിൽ നടത്തേണ്ടതായ പ്രധാനപ്പെട്ട വഴിപാടിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. മക്കൾക്ക് ഉയർച്ച, അതേപോലെ തന്നെ വീടുകൾക്ക് സൗഭാഗ്യവും വീടുകളിലെ ദുരിതങ്ങൾ, നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ ആ കഷ്ടതകൾ, രോഗങ്ങൾ, സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ ഇല്ലാതെയാകുവാൻ വൃശ്ചിക മാസത്തിൽ ഒരേ ഒരു കാര്യം ചെയ്താൽ മതിയാകുന്നതാണ്. പ്രധാനമായും പരാമർശിക്കുന്നത് ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിച്ച് നിങ്ങൾ ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നതാണ്. ഇപ്രകാരം ദർശനം നടത്തുന്നതിലൂടെ, വഴിപാടുകൾ ചെയ്യുന്നതിലൂടെ ചില പ്രത്യേകമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. മറ്റു മാസങ്ങളെക്കാൾ വൃശ്ചിക മാസത്തിൽ ഇങ്ങനെ ചെയ്യുന്നത് ഇരട്ടി ഫലദായകമാണ് എന്ന കാര്യവും പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമതായി വൃശ്ചിക മാസത്തിൽ നടത്തേണ്ട ഏറ്റവും വിശേഷപ്പെട്ടതായ ആ വഴിപാട് നീരാഞ്ജനമാകുന്നു. ശാസ്ത്ര പ്രീതിക്കായി നടത്തുന്ന ഏറ്റവും ഉത്തമവും ലളിതവും മുഖ്യവുമായ വഴിപാടാണ് ഇത്. അനേകം ഫലങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും എന്നതാണ് വാസ്തവം. മൂന്നാമതായി നടത്തേണ്ട വഴിപാടുണ്ട്. അതായത് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതോടൊപ്പം നടത്തേണ്ടതായ വഴിപാട് അത് എള്ളുപായസ നിവേദ്യം കൂടിയാകുന്നു. ഈ വഴിപാട് കൂടി നടത്തി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അത് സർവ ഈശ്വരപ്രദമായി തന്നെ മാറും. ശക്തിയാർന്ന വഴിപാടായി അത് മാറും. അതിനാൽ തീർച്ചയായും ഈ 3 കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ വഴിപാട് വൃശ്ചിക മാസത്തിൽ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് പോലും മഹാഭാഗ്യമാണ് എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കുക. അടുത്തുള്ള ശാസ്താക്ഷേത്രത്തിൽ ഈ കാര്യങ്ങൾ നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി വീട്ടിൽ ചെയ്യേണ്ടതായും ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തേതായി പരാമർശിക്കുന്നത് ഒഴിവാക്കേണ്ടതായ ചില വസ്തുക്കളാണ്. പഴകിയ ആഹാരം ഒരിക്കലും വീടുകളിൽ ഈ സമയങ്ങളിൽ സൂക്ഷിക്കാൻ പാടില്ല എന്നാണ് പറയുക. ഫ്രിഡ്ജ്, അടുക്കള എന്നിവ തുടച്ച് വൃത്തിയായി തന്നെ നിങ്ങൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. വീട്ടിൽ പ്രത്യേകമായും ഇത്തരത്തിൽ അടിച്ച് വൃത്തിയാക്കിയതിനു ശേഷം മഞ്ഞൾ ജലം അല്ലെങ്കിൽ ഉപ്പ് ജലം തളിക്കുന്നത് പോസിറ്റീവായ ഊർജം വർദ്ധിപ്പിക്കുന്നതിന് സഹായകരം തന്നെയാകുന്നു. പ്രധാന വാതിലിനും വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകണം. പ്രധാന വാതിൽ തുടച്ച് വൃത്തിയായി തന്നെ സൂക്ഷിക്കുക. കേടായ ക്ലോക്കുണ്ട് എങ്കിൽ അവ ശരിയാക്കേണ്ടതായിട്ടുണ്ട്. ഇനി അഥവാ അത്തരത്തിൽ സാധിക്കുന്നില്ല എങ്കിൽ വീടുകളിൽ നിന്നും ഒഴിവാക്കുക. പൊട്ടിയ പാത്രങ്ങളുണ്ട് എങ്കിൽ അവ വീടുകളിൽ വയ്ക്കുന്നത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കും. നിങ്ങളുടെ വീടുകൾക്ക് പോസിറ്റീവ് ഊർജം നഷ്ടമാകുന്നതിന് അത് കാരണമായി തീരും. പ്രത്യേകിച്ചും ഇത്തരം പാത്രങ്ങളിൽ ആഹാരം പാചകം ചെയ്യുന്നത്, കേടുപാടുകൾ സംഭവിച്ച പാത്രങ്ങളിൽ ആഹാരം പാചകം ചെയ്യുന്നത് അതീവ ദോഷകരമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ആ വീടുകളിൽ സൗഭാഗ്യം നഷ്ടപ്പെടുന്നതിന് കാരണമായി തീരും. ഇതേ കാര്യം ഗരുഡപുരാണത്തിൽ വിശദമായി തന്നെ പരാമർശിച്ചിട്ടുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കണം. കേടായ ചെടികൾ വീടുകളിൽ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത്തരത്തിലുണ്ട് എങ്കിൽ അവ തീർച്ചയായും നിങ്ങളുടെ വീടുകളിൽ നിന്നും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. നാം കിടക്കുന്നതായ കട്ടിലിന് അടിയിൽ, കിടക്കയുടെ അടിയിൽ ഒരിക്കലും മറ്റു വസ്തുക്കൾ വയ്ക്കുവാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് ദോഷം നൽകുന്ന കാര്യമായി മാറും. അതിനാൽ തന്നെ വാസ്തുപ്രകാരം കിടക്കുന്ന കട്ടിലിനടിയിൽ പ്രത്യേകിച്ചും കത്തി, നിങ്ങൾ പഠിക്കുന്നതായ പുസ്തകങ്ങൾ, പണം, ചെരുപ്പ്, തറ തൂക്കുന്നതായ ചൂല് ഒരിക്കലും വയ്ക്കരുത് എന്നാണ് പറയുക. അതിനാൽ ഇത്തരം കാര്യങ്ങൾ വയ്ക്കുന്നുണ്ട് എങ്കിൽ അവ തീർച്ചയായും ഒഴിവാക്കുക. പ്രത്യേകിച്ചും കട്ടിലിനടിയിൽ മറ്റു വസ്തുക്കൾ വയ്ക്കാതിരിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പൊട്ടിയ ജനൽ അല്ലെങ്കിൽ കണ്ണാടികൾ, അത്തരം കാര്യങ്ങളുണ്ട് എങ്കിൽ മാറ്റേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അതല്ല എങ്കിൽ അത് നെഗറ്റീവായ ഊർജം
ആ വീടുകളിൽ വർദ്ധിക്കുന്നതിന് കാരണമായി തീരും. അതിനാൽ ഇത്തരം കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഇനി പരാമർശിക്കാനായിട്ടുള്ളത് പൂജാമുറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകുന്നു. ഒരു വീട്ടിൽ എപ്പോഴും പൂജാമുറിക്ക് വളരെയധികം പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട്. പോസിറ്റീവായ ഊർജം വീടുകളിൽ വർദ്ധിപ്പിക്കുവാനും ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാനും സഹായകരം തന്നെയാണ് പൂജാമുറി. എന്നാൽ പൂജാമുറിയിൽ കേടായ ചിത്രങ്ങളോ പൊട്ടൽ സംഭവിച്ചതായ ചിത്രങ്ങൾ വിഗ്രഹങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇത്തരത്തിൽ സംഭവിച്ചതായ വിഗ്രഹങ്ങൾ ചിത്രങ്ങളുണ്ട് എങ്കിൽ അവ പൂജാമുറിയിൽ നിന്നും മാറ്റുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. കൂടാതെ വിളക്കിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് വളരെ ദോഷകരമായ ഒരു കാര്യമാകുന്നു. അതിനാൽ തീർച്ചയായും വിളക്ക് നിങ്ങൾ മാറ്റി പുതിയ വിളക്ക് തന്നെ വാങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ കാര്യത്തിനും വളരെയധികം പ്രാധാന്യം നൽകുക. ഈ സമയം പ്രത്യേകിച്ചും 2 നേരം ശാസ്താ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് ഏറ്റവും വിശേഷമാകുന്നു. ഇനി അഥവാ ശാസ്താ ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ഈ വൃശ്ചിക മാസത്തിൽ തീർച്ചയായും രാവിലെയും സന്ധ്യയ്ക്കും ദർശനം നടത്തുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആ വീടുകളിൽ പോസിറ്റീവ് ഊർജം വളരെയധികം വർദ്ധിക്കും. ഈശ്വരാധീനം ഇരട്ടിയായി തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. മനസ്സിൽ പലവിധ ചിന്തകൾ പലർക്കും വരാം. അത് നെഗറ്റീവായ ചിന്തകളും ഉണ്ടാകാം. ദുഷ്ചിന്തകൾ കടന്നു വരാം. അതൊരു നിമിഷത്തിൽ സംഭവിക്കുന്നതായ തെറ്റാകാം. എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായ ഒരു സമയമാകുന്നു. ദുഷ്ചിന്തകൾ, തെറ്റായ ചിന്തകൾ പൂർണ്ണമായും മനസ്സിൽ നിന്നും ഒഴിവാക്കുക. മറ്റുള്ള വ്യക്തികൾക്ക് ആവശ്യമായ സഹായങ്ങൾ, നിങ്ങളാലുള്ള സഹായങ്ങൾ നിങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. സൽപ്രവൃത്തികളും സൽക്കർമ്മങ്ങളും ഈ സമയം ചെയ്യുന്നതിലൂടെ ഫലം ഇരട്ടിയായി തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. നിങ്ങൾ പലവിധ ദുരിതങ്ങളും കഷ്ടതകളും ജീവിതത്തിൽ അനുഭവിക്കുന്നവരാകാം. അതിന്റെ കാഠിന്യം കുറയ്ക്കുവാനും സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനും അത് സഹായകരമാകും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ഇനി ക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവരേണ്ടതായ ആ പ്രധാനപ്പെട്ട വസ്തുവിനെ കുറിച്ചാണ് നിങ്ങൾ പരാമർശിക്കുന്നത്. എന്നാൽ ഈ കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ വ്രതശുദ്ധി അനിവാര്യം തന്നെയാകുന്നു. കാരണം ശുദ്ധിയോടെ തന്നെയാണ് നിത്യവും ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അടുത്തുള്ള ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ച നെയ് വീടുകളിൽ കൊണ്ടുവരുന്നതും ആ നെയ് പൂജാമുറിയിൽ സൂക്ഷിക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. നിത്യവും ശരീരശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും വീടുകളിൽ വിളക്ക് തെളിയിച്ചതിന് ശേഷം ഈ നെയ് നിത്യവും സേവിക്കുന്നത് ഏറ്റവും വിശേഷം തന്നെയാകുന്നു. ഇപ്രകാരം ചെയ്യുകയാണ് എങ്കിൽ അത് മഹാഭാഗ്യം വന്നു ചേരുന്നതിനും ആ വീട്ടിലെ അംഗങ്ങൾക്ക്, പ്രത്യേകിച്ചും കുട്ടികൾക്കാണ് എങ്കിൽ വിദ്യയിൽ ഉയർച്ച നേടുന്നതിനും മറ്റു വ്യക്തികൾക്ക് അവരുടെ കർമ്മ മേഖലയിൽ ബിസിനസ് പരമായ നേട്ടങ്ങൾ സ്വന്തമാക്കുകയോ അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ സ്വന്തമാക്കുവാനോ സാധിച്ചു എന്ന് വരാം. ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യമായി മാറും. അതിനാൽ തീർച്ചയായും ഈ കാര്യം നിങ്ങൾ വീടുകളിൽ തീർച്ചയായും ചെയ്യേണ്ടതായിട്ടുണ്ട്. മറ്റൊരു കാര്യം കൂടി ചെയ്യുന്നത് ഉത്തമമാകുന്നു. അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ദേവിക്ക് പൂജിച്ചതായ കുങ്കുമം വീടുകളിൽ കൊണ്ടുവരികയും ആ കുങ്കുമം നിത്യവും നിങ്ങൾ അണിഞ്ഞ് ഈ സമയങ്ങളിൽ പ്രത്യേകിച്ചും പുറത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് ശുഭകരമാകുന്നു. പ്രത്യേകിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായ ഊർജം വർദ്ധിക്കുന്നതിന് അത് സഹായകരമായി തീരും. നിത്യവും 2 നേരം വീടുകളിൽ വിളക്ക് തെളിയിക്കണം. കുളിച്ച ശുദ്ധിയോടെ തന്നെ വിളക്ക് തെളിയിക്കണം. അടുക്കളയിൽ കുളിച്ചതിന് ശേഷം മാത്രം പ്രവേശിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. രാത്രി 8-ന് മുൻപായി തന്നെ കുളിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ദേഷ്യം കുറയ്ക്കുക. നിത്യവും തലയിൽ തുളസി ചൂടുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവും വിശേഷമാണ്. നാഗക്ഷേത്ര ദർശനം നടത്തുന്നതും അതീവ ശുഭകരമാകുന്നു. നാഗക്ഷേത്ര ദർശനം നടത്തുന്നതായ സമയത്ത് മഞ്ഞൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും അതീവ ശുഭകരമായ കാര്യമാകുന്നു. വർഷം മുഴുവൻ നാഗങ്ങളുടെ അനുഗ്രഹം വന്നു ചേരുവാനും കുടുംബദേവതയുടെ കടാക്ഷം വന്നു ചേരുവാൻ കുടുംബക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തുന്നത് വിശേഷം തന്നെയാകുന്നു. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഈശ്വരാധീനം നാൾക്ക് നാൾ വർദ്ധിക്കും. കുടുംബക്ഷേത്രത്തിൽ എണ്ണ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളാണ് നിങ്ങൾ പ്രധാനമായും വൃശ്ചിക മാസവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത്. കൂടാതെ ഈ സമയം ശരീരശുദ്ധിയും മനഃശുദ്ധിയും അനിവാര്യമാണ് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കുക.